പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വിലവർധനവിനെതിരെ CPIM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ എസ്തോസ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങിയിട്ടുള്ളത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ഫണ്ട്. ഇപ്പൊ ഞാൻ ഈ സ്വകാര്യവൽക്കരണത്തിന്റെ പത്രം കണ്ടതുകൊണ്ടാണ് അതോട് ചേർത്ത് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ ഫണ്ട് കൈപ്പറ്റിയിട്ടുള്ളത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത പുറത്തു വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബ്ലാക്ക് സ്റ്റോൺ പോലെയുള്ള KKR പോലെയുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിനകത്ത് വന്ന് സ്വകാര്യ ആശുപത്രികൾ വാങ്ങി തുടങ്ങിയതിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി അവർ വാങ്ങി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവർ വാങ്ങി, നിംസിന്റെ ശൃംഖലകൾ അവർ വാങ്ങി, പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെല്ലാം വാങ്ങി. പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ, ലോകത്തിന്റെ കോർപ്പറേറ്റുകൾ വന്ന് ആരോഗ്യ മേഖല വാങ്ങുന്നു, കേരളത്തിന്റെ സ്വകാര്യ ആരോഗ്യ മേഖല വാങ്ങുന്നു. ഇപ്പൊ അടുത്ത പദ്ധതി എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഉൾപ്പെടെ പണം വാങ്ങിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ച് വന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത ലക്ഷ്യം കേരളത്തിന്റെ പൊതുജന ആരോഗ്യ മേഖലയെ സ്വകാര്യവൽക്കരിക്ക് കൊടുക്കുക, ആ മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് സമീപനം എന്നുള്ളത് കാണും. പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവാണെന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷെ ഇന്ന് അവതരിപ്പിച്ച വൈറ്റ് പേപ്പറിനകത്തും 5550 കോടി രൂപയുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു. കാരണം അത് കണക്കാണല്ലോ, നിഷേധിക്കാൻ പറ്റില്ല. ആ പൂച്ച വെറ്റ് കിടക്കുന്ന ഖജനാവാണ് എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം ഈ നാടിന്റെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനാണ്. CATU മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി CK സോമൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ, CPM ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KP രാമചന്ദ്രൻ, KG അനിൽകുമാർ, MA സഹീർ, സജി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.